നിങ്ങളൊരു പെരുന്നാൾ നടത്തുമ്പോൾ നരകത്തിന് അതിനെ പേടിയില്ല. നിങ്ങളൊരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നരകത്തിനതിന് പേടിയില്ല. നിങ്ങൾ വലിയൊരു കൊടിമരം പണിതാലൊന്നും നരകത്തിന് പേടിയൊന്നുമില്ല. നിങ്ങൾ എന്തെല്ലാം ഈ ലോകത്തിന്റെ മേളം നടത്തിയാലും നരകത്തിനൊരു പേടിയില്ല. നിങ്ങളൊരു പായ വിരിച്ച് മുട്ടുകുത്തിയാൽ നരകം വിറയ്ക്കാൻ തുടങ്ങും. ഒരു വ്യക്തി പ്രാർത്ഥിച്ച് മുട്ട നിൽക്കാൻ തുടങ്ങിയാൽ അവിടെ നരക കവാടങ്ങൾ ഇളകും. അവിടെ സാത്താന്റെ ആധിപത്യം തകരും. 2000 വർഷം മുമ്പ് ഗലീലയിലും യൂദയായാലും ജെറുസലേമിലും മുഴങ്ങിക്കേട്ട യേശുവിന്റെ ശബ്ദം നശിച്ചു പോയിട്ടില്ല. അത് അന്തരീക്ഷത്തിലുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ശബ്ദത്തെ വീണ്ടും, ഈ ശബ്ദതരംഗങ്ങളെ വീണ്ടും ശബ്ദമാക്കി ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നൂതനമായ ഒരു സാങ്കേതിക വിദ്യ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ യേശുവിന്റെ സ്വരം നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റിയ ഒരു ശബ്ദവും ഇല്ലാതാവുന്നില്ല. അത് ഈ ശബ്ദതരംഗങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. നിന്റെ വീട്ടിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങൾ നിന്റെ വീട്ടിൽ കിടന്ന് നിന്റെ മരണം വരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടാവും. പ്രാർത്ഥിക്കാത്തവന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടാവില്ല. നിന്റെ സകല കഠിനാധ്വാനവും, നിന്റെ സകല നീ പഠിച്ച 18 അടവുകളും പയറ്റിയിട്ട് നിനക്ക് മറികടക്കാൻ പറ്റാത്തത് നീ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചാൽ നീ മറികടക്കും.